ഹായ്, ഞാൻ ഫാത്തിമത്ത് ജിഹാന, കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ സ്വദേശിനിയാണ്. ഞാൻ 2024 ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ Q9 ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ റിപ്പീറ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബ്രില്യൻറ്റ് തന്നെ തിരഞ്ഞെടുത്തു. കാരണം റിസൾട്ട് വൈസ് നോക്കുകയാണെങ്കിലും ബ്രില്യൻറ്റ് തന്നെയായിരുന്നു മുന്നിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഒരു കൊല്ലം ജയിലിട്ട പോലെ ഉണ്ടാവും, സ്ട്രെസ്സായിരിക്കും, പ്രഷറായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ പറയുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ എത്തിയാൽ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. കാരണം അത്ര അടിപൊളിയാണ്. ഇപ്പോൾ ഹോസ്റ്റൽ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലായാലും അടിപൊളിയാണ്. നമ്മുടെ പാരൻസിനൊക്കെ ഫസ്റ്റായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഫസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാലും അവർക്ക് തന്നെ മനസ്സിലായി, പേടിക്കാനൊന്നുമില്ല, ഞാൻ അവിടെ ഓക്കെയാണ്. ഫുഡായാലും വാർഡന്മാരായാലും എന്തിനായാലും നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളോട് സംസാരിക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ തന്നെ വാർഡന്മാരുണ്ടാവും, ക്യാമ്പസിലാണെങ്കിൽ കോർഡിനേറ്റേഴ്സ്, ഈവൻ ഡയറക്ടേഴ്സ് വരെ നമ്മളോട് സംസാരിക്കും. അവർക്ക് അതിനൊന്നും ഒരു മടിയില്ല. നമ്മുടെ കാര്യമാണ് നോക്കാനാണ് അവരവിടെ ഇരിക്കുന്ന പോലെ അങ്ങനെയാണ് നമുക്ക് തോന്നുക. കാരണം അത്രയും നമ്മളായിട്ട് ഇടപെടും അവർ. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് തോന്നില്ല. കാരണം അത്രയും നമ്മളെ കെയർ ചെയ്യാനും ഇതാക്കാനും ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു എൻ്റെ വാർഡൻ. അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ മിസ്സിനോട് ഇങ്ങനെ സംസാരിക്കാം. മിസ്സ് നല്ല മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ എക്സാമിനൊക്കെ മാർക്ക് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ പറയും, ഇല്ല കൂടി വരും. നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല, ഒരു ടെൻഷനും അതൊന്നും അനുഭവപ്പെടില്ല. കാരണം അത്ര നമ്മളോട് ഇങ്ങനെ പറയും, കയറി വരും എല്ലാവരോടും പറയുന്നൊക്കെയാണ്. പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് ആയാലും ലൈബ്രറി ഫെസിലിറ്റീസ് ആയാലും പിന്നെ ക്യാൻറ്റീന് ഒക്കെ അടിപൊളിയാണ്. ഇത്രയും കളക്ഷൻസ് ഉണ്ട് ബുക്കിൻ്റെ ഒക്കെ. നമ്മളൊരു ഡൗട്ട് പോയി ചോദിച്ചാൽ തന്നെ സാറുമാർക്കൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. നമ്മൾ വിചാരിക്കും, അയ്യോ പോകണോ വേണ്ടയോ അങ്ങനെ വിചാരിച്ച് നിൽക്കും. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിന്നെ നമുക്ക് ചോദിക്കാൻ തോന്നും. കാരണം അവർ അത്രയും ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞുതരും. അത് പറയുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമുണ്ട്. ഒരു ഹെസിറ്റേഷനും ഇല്ലാണ്ട് അവരത് പറഞ്ഞുതരും. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത്. ഇപ്പം ഓരോ ഇന്ന ചാപ്റ്റർ ഇത്ര ദിവസം കൊണ്ട് തീർത്തിരിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും എക്സാംസ് നടത്തുന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല. കാരണം അത്രയും ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം കുറേ എക്സാംസ് നടത്തുന്നുണ്ട്. എക്സാംസൊക്കെ തന്നെയാണെങ്കിൽ എല്ലാ പാറ്റേണിലുള്ളതും, എളുപ്പമായതും കുറച്ച് ഡിഫിക്കൽട്ടി ലെവലിലുള്ളതും നല്ല ഹാർഡ് ലെവലിലുള്ളതും എല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നീറ്റിനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊരു പേടിയില്ല. കാരണം നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ കഴിയും, ഇതിനേക്കാളും ലെവലിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ, നമ്മുടെ മോഡൽ എക്സാമൊക്കെ ആകുമ്പോൾ രാവിലെ തന്നെ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. എന്തായാലും ഇത് നമുക്ക് തോന്നും, ഇത് നമുക്കില്ലതാണ്, നമുക്ക് എന്തായാലും കിട്ടും, എന്തായാലും ഇത് നമുക്കില്ലതാണ്, നമ്മൾ നേടിയെടുക്കുന്നില്ല ഒരു ഇതുണ്ടാവും. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്. പിന്നെ പബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിലെ പബ്സ് അത് അടിപൊളിയാണ്. അത് ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ കേട്ടിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ട്രൈ ചെയ്താൽ പോയി. അപ്പോൾ അടിപൊളിയാണ്. ക്യാമ്പസ് വൈസ് നോക്കുകയാണെങ്കിലും മരങ്ങളും ഇതൊക്കെ ഉണ്ട്, നല്ല ആംബിയൻസ് ആണ്. പിന്നെ ടീച്ചേഴ്സ് ആയാലും വാർഡന്മാരായാലും ഹോസ്റ്റലായാലും ഫുഡായാലും കോർഡിനേറ്റേഴ്സ് ആയാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, അടിപൊളിയാണ്. അപ്പോൾ 2025 നീറ്റ് ആരെങ്കിലും ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ബ്രില്യൻറ്റ് തന്നെയാണ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.